ഹലോ, അപ്പോൾ ഇന്ന് സ്കിൻ കെയറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് കേട്ടോ. ഇത് കുറേ ആളുകൾക്കൊക്കെ അറിയുന്ന കാര്യമായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയണേ. നമ്മളിൽ ഒരുവിധപ്പെട്ട ആളുകളൊക്കെ ഫേസിൽ ഐസ് മസാജോ ഐസിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും കേട്ടോ. അത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പല ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മളത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടിയിട്ടൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം കേട്ടോ. ആദ്യം തന്നെ ബെനിഫിറ്റ്സ് പറയാം കേട്ടോ. ഫസ്റ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുള്ള പഫ്നെസ് ഒക്കെ കുറയ്ക്കാനായിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ പോസ് ചിലരുടെ ഫേസിൽ നല്ലോണം ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അതെല്ലാം ടൈറ്റൻ ചെയ്ത് ഫേസ് കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് ഫീൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ആക്നി അല്ലെങ്കിൽ എന്തെങ്കിലും അലർജി കാരണം റെഡ്നെസ് കാര്യങ്ങളൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഐസ് മസാജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊന്ന് കാമാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരു നാച്ചുറൽ ഗ്ലോ നമുക്ക് ഫീൽ ചെയ്യും ഐസ് മസാജ് കഴിയുമ്പോൾ. പിന്നെ നമ്മുടെ ഫേസിൽ ഈ സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അളവ് കുറയ്ക്കും. അപ്പോൾ തന്നെ നമുക്ക് ഈ മോയ്സ്ചറൈസറോ സെറം അല്ലെങ്കിൽ ടോണറൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ആ പ്രൊഡക്ട്സ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനായിട്ടും നല്ലോണം ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൻ്റെ ബെനിഫിറ്റ്സ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരുടെ ഫേസിലോട്ട് നമ്മൾ ഒരുപോലെ ആയിരിക്കില്ല നമ്മൾ ഐസ് ക്യൂബും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് ഡയറക്റ്റ്ലി ഫേസിലോട്ട് കൊടുക്കാതെ ഒരു തിന്നായിട്ടുള്ള ടവലോ അല്ലെങ്കിൽ കോട്ടൻ്റെ തുണിയോ യൂസ് ചെയ്തിട്ട് ഐസിങ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ തന്നെ കുറേ സമയം ഐസ് ക്യൂബ് വെക്കരുത്. നമ്മളത് മാക്സിമം മൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ടൈം ലിമിറ്റ് ചെയ്യുക കേട്ടോ. മാക്സിമം ഒരു 3 minutes ഒക്കെയാണ് ആവശ്യമുള്ളൂ. ഒരുപാട് സമയം 5 minutes 10 minutes അത്രയൊന്നും ചെയ്യാനായിട്ട് പാടില്ല. അത് സ്കിന്നിന് അത്ര നല്ലതായിട്ട് വരില്ല. കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് കിട്ടാനായിട്ട് നിങ്ങൾ ഇൻഗ്രീഡിയൻസ് ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ക്യൂക്കുംബർ, മിൽക്ക്, റൈസ് വാട്ടർ, ബീട്രൂട്ട്, അലോവേര, അങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. നമുക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് ഐസ് ക്യൂബായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. ഇനി ഇതുകൊണ്ടുള്ള മെയിൻ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മുടെ സ്കിന്നിൽ വലിയ ബ്ലഡ് വെസൽസ് പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ബ്ലഡ് വെസൽസ് ഉണ്ട്. അപ്പോൾ റെഗുലറായിട്ട് ഈ ഐസ് മസാജ് ചെയ്യുമ്പോൾ നമ്മൾ അത് ബ്രേക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെ ചിലർക്ക് ഐസ് ബേൺ ഉണ്ടായിട്ടും റെഡ്നെസ് ആയിട്ട് ആദ്യം വരും, പിന്നീട് അത് പിഗ്മെൻറ്റേഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ചിലരുടെ സ്കിന്നിൽ ഇറിറ്റേഷൻ, അതായത് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നൊക്കെ ഉള്ളവർക്ക് ഈ സെബം പ്രൊഡ്യൂസ് ചെയ്യൽ കുറയുമ്പോൾ, അതായത് മോയ്സ്ചർ കണ്ടൻറ്റ് നല്ലോണം കുറയുമ്പോൾ ഡ്രൈനെസ് കൂടിയിട്ട് ഇറിറ്റേഷനും കാര്യങ്ങളും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും അലർജി കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരുടെ അഡ്വൈസ് എടുത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ടെമ്പററി എഫക്റ്റ് ആണുള്ളത്, അതായത് കുറേ നാൾ നീണ്ടു നിൽക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഐസ് മസാജ് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതല്ലാതെ പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നും കിട്ടാനില്ല. അപ്പോൾ അത്രയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.